ഇതുവഴിയാണ് കിക്കിരിമുട്ടം ടൗണിലേക്ക് പോകേണ്ടത്. കിക്കിരിമുട്ടത്ത് ആരൊക്കെ ഉണ്ടെന്നറിയാമോ? ഒരുപാട് പേരുണ്ട്. പക്ഷെ നമ്മൾ പ്രത്യേകം അറിയേണ്ട 1-2 പേരേ ഉള്ളൂ. ആധുനിക രാമായണം ബൈ കീരിക്കാട് ചെല്ലപ്പൻ ആൻഡ് സംഘം. ലജ്ജാവഹം ലജ്ജാവഹം. ലക്ഷ്മണൻ അവിടെ കേറാൻ സമയമായി. ഇപ്പൊ വിളിച്ചോണ്ട് വാ. ചെല്ലേ. നോക്കിയിരിക്കാതെ കളിയടേ കൊരങ്ങ. ഒന്നുകിൽ എന്റെ പേര് വിളിക്കണം, അല്ലെങ്കിൽ സാറേന്ന് വിളിക്കണം. ഓ സമ്മതിച്ചെന്നെ കൊരങ്ങ സാറേ. രസം കയറി വരുമ്പോ നിങ്ങൾ ഇങ്ങനെ ഇനി അങ്ങനെ അവൻ വിളിക്കില്ല. വസ്തുത നീ ചുറ്റുപിടി. ഫസ്റ്റ് പാർട്ടി ഇവിടെ ഇരിക്കുവാണോ? ഞാനാ പെണ്ണുങ്ങളുടെ മുറിവ് തപ്പി വേഷം കെട്ടിക്കൊണ്ടിരുന്ന് കളിക്കുവാനാ. പിന്നെന്താ വേണം? വെളുക്ക ചവിട്ടിയാലെ കിട്ടുന്നത് 15 ഉലുവായ. അത് മേടിക്കാൻ പറ്റുന്ന പാട് നമുക്കറിയാം. ഇവിടെ ഒറ്റ അടിക്ക് 20 രൂപയാ. രാഘവ ലോണ്ട ശ്രീരാമൻ കയറാൻ സമയമായി. ലക്ഷ്മണമാ കേറായപ്പോ സൗകര്യമില്ലെന്ന് എന്ന് ഗിരിക്കാരനോട് പറ. ലക്ഷ്മണൻ ഇന്ന് സ്വല്പം ലേറ്റ് ആവും. അല്ല, ഈ സീത ശ്രീരാമനെയല്ലേ കല്യാണം കഴിക്കുന്നത്? അതിനെന്തിനാ ലക്ഷ്മണൻ പായി നോക്കി നിൽക്കാൻ? സീത ലക്ഷ്മണന്റെ കരുത്തെ മാലയിടുവാണെങ്കിൽ ലക്ഷ്മണൻ വരാമെന്ന് ഞാൻ ഗിരിക്കാരനോട് പറ. തമാശ കള. സമയമായി. ലക്ഷ്മണ വാ. പോയി താൻ പോവുക. ഇപ്പോഴേ പഠിക്കൂ. രാവ് പകലുള്ള ഈ ഉറക്കമുളപ്പ് ചവിട്ടുമെല്ലാം കഴിഞ്ഞ് ഒരു 5 രൂപ കാശി ഒരിക്കുമ്പോ ആ കീരിക്കാരന്റെ മുഖം ഒന്ന് കാണണം. സമയത്ത് തട്ടേ കയറിയില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് അയാളൊന്ന് പഠിക്കട്ടെ. താൻ ചൂട്ടിട. വ്യക്തിവൈരാഗ്യം തോലിക്കാണിക്കാശാനെ. ഇത് നമ്മുടെ ചോറല്ല, കഞ്ഞി. അതല്ലേ ദിവസവും ചണ്ണുന്നത്. ഇന്ന് അത് വേണ്ടെന്ന് വെച്ചേക്കാം. കൈമണി ചിലപ്പോ ചെല്ലടേ. ചിലപ്പോ ഏറെ വരുമ്പോ കട്ടയുടെ ആള് കാണത്തില്ല. ചെല്ലു. ത്രയംബകം വില്ലൊടിച്ച ഈ ധീര യുവാവിന് നമ്മുടെ പ്രിയപുത്രി സീതയെ അവിടെ നാം പരിണയം ചെയ്തു കൊടുത്തതായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു. മാന്യശ്രീ വിശ്വാമിത്ര, മാന്യശ്രീ വിശ്വാമിത്ര, മിത്രമേ മാന്യശ്രീ വിശ്വാമിത്ര, ഹരി രാജകുമാരന്മാർ, ഹരി ദേവത മാനരം ബാലകർ, ഹരി രാജകുമാരന്മാർ, ഹരി ദേവത മാനരം ബാലകർ, മാന്യശ്രീ വിശ്വാമിത്ര, മിത്രമേ മാന്യശ്രീ വിശ്വാമിത്ര, വിശ്വാമിത്ര. കേട്ടോളി, നമ്മളിപ്പൊ പറഞ്ഞു തരാം.
ഹരിഗരിക ജനകരാജാധിരാജ ഹരിഗരിക ജനകരാജാധിരാജ ദശരഥ മന്നന്റെ കൺകളിവരല്ലേ ഹരിഗരിക ജനകരാജാധിരാജ ദശരഥ മന്നന്റെ കൺകളിവരല്ലേ ശ്രീരാമനാമിവൻ വില്ലാളി വീരൻ ശ്രീരാമനാമിവൻ വില്ലാളി വീരൻ ലക്ഷ്മണനിവനല്ലേ ലക്ഷ്മണനിവനല്ലേ ലക്ഷ്മണൻ താൻ കളിച്ചു പഠിക്കും നിങ്ങൾ ആധുനിക പേരാക്കല്ലേ എല്ലാം കൂടി ഇപ്പൊ ചവിട്ടി ആൾ കുടിക്കും ലക്ഷ്മണൻ കളിപ്പിട്ടോ അതേ ദൂരം പോയിട്ട് അല്ല ഞാൻ സുബ്രഹ്മണ്യം, എത്ര നേരം ലെറ്റർ കൊട്ടിക്കൊണ്ടിരിക്കുന്നു? ഇതാ തീർന്നു. ഇനി എടുത്താമേ. സ്വാമി, മാനേര് വിളിക്കുന്നു. What is this? This is a letter. ഈ ലെറ്റർ മുഴുവൻ രോഹിണി അടിച്ചിട്ട് എന്തിനാ ചോദിച്ചത്? പറയാലോ. അത് സാർ എന്റെ നക്ഷത്രമാണ് രോഹിണി. അപ്പോ രാവിലെ അമ്പലത്തിൽ ആ നക്ഷത്രത്തിൽ ഒരു അർച്ചന കഴിക്കാൻ മറന്നുപോയി. അപ്പൊ ആ വിചാരത്തിൽ അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് തോന്നിയാസം കാണിക്കാൻ സാധനമല്ല ഇത്. സോറി സാർ. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. താങ്ക് യു. ഇല്ല സാർ. നമസ്കാരം മൊയ്ലാളി. മെല്ലെ 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 ഇറക്ക് മെല്ലെ പതുക്കെ. ജന്മവാസന കൊണ്ടും കഷ്ടകാലം കൊണ്ടും ഞാൻ ഒരു കലാകാരനായി പോയി. കാശും പണവും മോഹിച്ചിട്ടല്ല ഈ രംഗത്ത് വന്നത്. എങ്കിൽ കിട്ടുന്ന കാശ് എല്ലാവർക്കും തുല്യമായി പങ്കിട്ടതാ. എവിടുന്ന് കിട്ടുന്നു കാശ്? സ്ഥിരമായിട്ട് തല്ലാണല്ലോ എല്ലായിടത്തും കിട്ടുന്നത്. അത് വേണമെങ്കിൽ തുല്യമായിട്ട് പങ്കുവയ്ക്കാം. ഇങ്ങോട്ട് ഇറങ്ങിയതാ. ആപ്പാടം ഉണ്ടായിരുന്ന കിടപ്പാടം വിറ്റ് തുലച്ചിട്ടാ കല ഉദ്ധരിക്കാൻ ഇറങ്ങിയത്. എവിടെ ഇതുപോലുള്ള 3-4 കാൽവാരികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ട്രൂപ്പൊക്കെ മുന്നോട്ട് കൊണ്ടുപോകും. ഇന്നലെ ഈ രാഘവന്റെ കാലി ഞാൻ പിടിച്ചാണ് മൊയ്ലാളി. കിരീടം വെച്ചോണ്ട് മേക്കപ്പ് റൂമിൽ ഇരുന്ന് ചീട്ട് കളിക്കായിരുന്നു. മോത്ത് തേക്കണ ചായത്തിലൂടെ ഇത്തിരി പോരെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നു. ഇവ ഇങ്ങനെ ചെയ്യുമോ മൊയ്ലാളി? പിന്നെ കഞ്ഞി കുടിക്കാൻ വകയില്ലാത്ത കുടുംബത്തിൽ നിന്നുമില്ല ഞാൻ വരുന്നത്. പിന്നെന്താ, ഉള്ളിന്റെ ഉള്ളിൽ സ്വല്പ കലയുണ്ടായിപ്പോയി. പക്ഷെ ചൂഷണം അതാരും ഇതല്ല ഞാൻ എതിർക്കും. കിടപ്പാടം വിറ്റ് കിട്ടിയ കാശിന്റെ 4 ഇരട്ടി ഇപ്പൊ ബാങ്ക് കാണുമല്ലോ. കാറ്, വാന് ഒക്കെ ഞങ്ങളെ പറ്റിച്ചുണ്ടാക്കിയതല്ലേ. ഇങ്ങനെ ഗുരുത്വദോഷം പറഞ്ഞാൽ നീ ജീവിതാവസാനം വരെ തന്നാടിയല്ലടാ. അയ്യോ വിശ്വാമിത്ര മഹർഷി, ശവിക്കല്ലേ, ഞങ്ങളുടെ ഭാവി ജീവിതം വാടി കരിഞ്ഞു പോകും. ഒറ്റത്തിന് ആത്മഹത്യയല്ലോ വേണ്ടത്. ആത്മാർത്ഥത എന്നെ കുത്തുവാള എടുപ്പിച്ചിട്ട് ഇവർക്ക് അടങ്ങുള്ളൂ. ഇന്നലത്തെ ചേർത്ത് എനിക്ക് തരാനുള്ള 365 രൂപ തന്നിട്ട് പോ. ഇരിക്കാട്ട് തിരിച്ചിൽ പൊറി എനിക്ക് മടുത്തു. മൊയ്ലാളി, ആകെ 5 എണ്ണല്ലേ? എന്ത് അസ്ത്രം 2 എണ്ണം ഉണ്ട്. ബാക്കി 3 എണ്ണം പോയി. 3 എണ്ണം നെഞ്ചത്ത് കയറിയിട്ടുണ്ട്. വേണേ തുറന്നെടുത്തോ. ഉണ്ടോ? നിങ്ങൾക്ക് വേണ്ടാത്തതിന് ഞമ്മക്ക് അതേ കാണിച്ചു തരട്ടെ. ഇപ്പൊ കാണിച്ചു തരാം. ആ കമലം ഇരിക്കെ. ഇരിക്കൊന്നും വേണ്ട, കാശിങ്ങ് തന്നാ മതി. അതിപ്പോ നിനക്ക് എന്താ കിട്ടാനുള്ളത്? എത്ര വാങ്ങി? ഇനി എത്ര അങ്ങോട്ട് തരാനുണ്ട് എന്നൊക്കെ നോക്കണ്ടേ? വേണ്ട, കണക്ക് എനിക്കറിയാം. കഴിഞ്ഞ 3 സ്റ്റേജ് കളിച്ചതിന് കിട്ടാനുള്ള 450 രൂപ 85 രൂപ ഞാൻ പറ്റിയിട്ടുണ്ട്. ബാക്കി 365 രൂപ. കമലം, എടുപിടിയെന്നൊരു തീരുമാനം എടുക്കാണ്ട് നീ ശരിക്കൊന്ന് ആലോചിക്ക്. ആലോചിക്കാനൊന്നുമില്ല. എന്താണോ?
ഒന്നുമില്ല, ഞാൻ പല്ല് വെച്ചില്ല, പല്ല്. അപ്പൊ എത്ര വേണ്ടെന്നാ പറഞ്ഞത്? 365 രൂപ. 365 രൂപ. 65 രൂപ. നാ. ഇത് 250 അല്ലേ ഉള്ളൂ? എന്റെ കയ്യിൽ ഇപ്പൊ ഇതേ ഉള്ളു മോളെ. ബുദ്ധിമുട്ടിക്കരുത്. ഇന്നലെ കളിച്ച കളിയുടെ കാശ് മുഴുവൻ കിട്ടിയിട്ടില്ല. ഇത് ചോദിക്കാൻ ചെന്ന അവന്മാരെന്നെ തല്ലും. കാശ് മുഴുവൻ അഡ്വാൻസ് ആയി മേടിച്ചിട്ടില്ലേ സ്റ്റേജിൽ കയറിയത്? കളിക്കാതെ കാശ് എടുക്കുന്നുണ്ടോ? ഇനിയുള്ള കാശ് താൻ വായിക്കരിക്ക് കൂട്ടി വെച്ചോ. മക്കി.